വെൽക്കം ബാക്ക് ടു ക്രിസ് ചാനൽ. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഉലുവ മാങ്ങയുടെ റെസിപ്പിയാണ്. കുറച്ച് നല്ലെണ്ണ, വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചത് നമ്മളൊരു ചട്ടിയിലോട്ട് ആ നല്ലെണ്ണ നമ്മളെടുത്ത് ഒഴിക്കുകയാണ്. അതിലോട്ട് കടുക് ഇട്ട് അത് പൊട്ടിക്കുക. നെക്സ്റ്റ് ആ പൊട്ടി വരുമ്പോൾ നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ഉള്ളിയും വെളുത്തുള്ളിയും ആ ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക കേട്ടോ. അപ്പോൾ ആദ്യം കാണിച്ച മാങ്ങ തന്നു ഓൾറെഡി ഉപ്പ് പുരട്ടി നമ്മൾ വലിയ പീസാക്കിയാണ് ഇപ്രാവശ്യം അച്ചാറിടുന്നത്. അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ ഓൾറെഡി അതിനകത്ത് നീരിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ഒരു അരിപ്പയിലോട്ട് മാറ്റി ആ വെള്ളം മാറ്റിയ പ്രൊസീജിയറാണ് ഫസ്റ്റ് ഞാൻ കാണിച്ചത്. ഇപ്പോൾ ഇതിലോട്ട് നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് മൂത്ത് വന്നപ്പം അധികം മൂക്കരുത്, അതിലോട്ട് വറ്റൽമുളക് കീറിയിട്ടിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഫ്ലെയിം ലോ ആക്കി വെച്ചതിന് ശേഷം നമ്മൾ 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ അതിന് ശേഷം അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ഒരു ക്യാപ്പ് വിനീഗർ ഒഴിച്ചിട്ടുണ്ട്. അത് എല്ലായിടത്തും ഒന്ന് ആയെന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക. നെക്സ്റ്റ് നമ്മൾ നേരത്തെ ആ ഒരു അരിച്ച് വെച്ച ആ മാങ്ങയുടെ ഉപ്പ് രസമുള്ള ആ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കുക. പൊടി ഇങ്ങനെ കട്ട പിടിച്ചിരിക്കാൻ പാടില്ല. പിന്നെ ഇതുവരെയുള്ള പ്രൊസീജിയേഴ്സ്, ആ സ്പൈസസ് നമ്മൾ ഇട്ടത് ഒന്ന് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്, അങ്ങനെ ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയാണ് നമ്മളങ്ങനെ ചെയ്തത്. ഇനി നമ്മൾ ജസ്റ്റ് ഒരു ഇച്ചിരി നുള്ള് മഞ്ഞൾപ്പൊടി മാത്രം ഇടുക. അത് റോസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ ഉപ്പുവെള്ളം ചേർത്തതിന് ശേഷമാണ് മഞ്ഞൾപ്പൊടി ചേർത്തിരിക്കുന്നത്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക, കാരണം കട്ട പിടിക്കാൻ പാടില്ല. ഓക്കെ, നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളിതിലോട്ട് നമ്മുടെ മെയിൻ റെസിപ്പി ഉലുവ മാങ്ങയുണ്ട്, ഉലുവയാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. ഇത് ഞങ്ങളൊരു 1.5-2 ടേബിൾ സ്പൂൺ ഉലുവ ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിങ്ങനെ കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. സോ നന്നായിട്ട് അടി കൂട്ടി ഇളക്കുക. ഇതിപ്പോൾ ചെറിയ സ്പൂണായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഇട്ടേക്കുന്നത്. ടേബിൾ സ്പൂൺ ആകുമ്പോൾ കുഴപ്പമില്ല, ടീസ്പൂൺ പോലത്തെ. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ ഇളക്കുന്ന ടൈമിലും ഫ്ലെയിം ഒരു മീഡിയം വെച്ചിരുന്നാൽ മതിയാവും. ഇനി കുറച്ച് കരിയാപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഉപ്പ് ചേർത്തതാണ്. ഉപ്പ് എന്ന് പറയുന്നത് ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, മാങ്ങയ്ക്കകത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. സോ ആ ഉപ്പ് നോക്കിയതിന് ശേഷമാണ് നമ്മൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപ്പ് ചേർത്താൽ മതി. ഇനി അതല്ല, മാങ്ങയ്ക്കകത്ത് നമ്മൾ ഉപ്പിട്ട് വെച്ചിട്ടില്ല, ഞങ്ങൾ തലേന്ന് ഉപ്പിട്ട് വെച്ചിരുന്നു. അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഉപ്പ് അതിനനുസരിച്ച് ചെയ്തിട്ട് കൊടുക്കുക. ഇനി കായമാണ്. കായം അളവില്ല, ആ ഒരു പാത്രത്തിൽ നിന്ന് തന്നെയുണ്ട് അളവ്. കായം ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇളക്കി കൊടുക്കാം. ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അത് നമ്മുടെ ഫ്ലെയിം നമുക്ക് ഓഫാക്കി കൊടുക്കാം. ഓക്കെ, തിളച്ച് വരാൻ വേണ്ടി ഫ്ലെയിം കൂട്ടി വെക്കണേ. ഇനി നമ്മൾ ഓൾറെഡി ഞാൻ പറഞ്ഞ ഉപ്പ് ചേർത്ത മാങ്ങ നമ്മൾ അതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കാം. തണുത്തിട്ട് വേണം ഇത് ഇട്ട് കൊടുക്കാൻ, കാരണം അത് ഓൾറെഡി തിളച്ചിരിക്കുന്നതുകൊണ്ട് നമ്മൾ തണുത്തിട്ട് വേണം. ഞങ്ങൾ തണുത്തിട്ടാണ് ചെയ്തത്. ഓക്കെ, അങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ശേഷം നിങ്ങൾക്കൊരു ഭരണിയിലോട്ട് ആക്കി അത് വെക്കാം കേട്ടോ. നല്ലൊരു ഭരണി വെച്ചിട്ട് ഒരു തുണി വെച്ച് കെട്ടി വെച്ച് കൊടുക്കാം. അത് തുണിക്കകത്ത് ഇച്ചിരി എണ്ണ തൂത്തിട്ട് വേണം. എണ്ണ എന്ന് പറയുമ്പോൾ യൂസ് ചെയ്ത നല്ലെണ്ണ തന്നെ ഒന്ന് തൂക്കിയിട്ട് വേണം അങ്ങനെ ചെയ്യാൻ. 2-3 ദിവസം കഴിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ സൂപ്പ് നല്ല ഉലുവ മാങ്ങ നമുക്ക് കിട്ടും. പിന്നെ എൻ്റെ വീട്ടിൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തീർന്നു പോകും. അങ്ങനെ ചെയ്യാൻ പറ്റില്ല, ഭരണിയിലൊന്നും ഇട്ട് വെക്കാൻ കഴിയില്ല, പെട്ടെന്ന് തന്നെ തീരും. സോ അതുകൊണ്ട് നമ്മളിത് അങ്ങനെ ഭരണിയിലാക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ വെക്കാം, കുറച്ചുകൂടി ടേസ്റ്റ് കൂടും. ഓക്കെ, സോ ഫർദർ മോർ റെസിപ്പീസ് വേണമെങ്കിൽ നമ്മൾ അടുത്ത വീഡിയോസൊക്കെ ചെയ്യുന്നതായിരിക്കും. സോ ഇതാണ് നമ്മുടെ ഉലുവ മാങ്ങ. സോ ഇത് ഞാനല്ല ചെയ്തത്, എൻ്റെ അമ്മയാണ് ചെയ്തത്. ഓക്കെ, സോ ഞാൻ അമ്മയോട് പറയാണ് സൂപ്പറാണെന്ന്. സോ നല്ല സൂപ്പർ ഉലുവ മാങ്ങ.